നമ്മുടെ കൊല്ലത്തുള്ള പോർട്ടുവല്ലം പള്ളിയിൽ ഒരു വീഡിയോ ഇടുകയുണ്ടായി. അപ്പോൾ അതിൽ വന്നൊരു കമന്റാണ് ഈ കണ്ടത്. ശരിയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ആ വീഡിയോയിൽ ഉണ്ണിമാതാവിന്റെ രൂപം കാണിച്ചില്ലായിരുന്നു. അപ്പോൾ പാർട്ട് 2 ആയിട്ടിടാന്ന് കരുതി അങ്ങനെ ദേ വന്നു. ഇതാണ് നമ്മളുടെ പോർട്ടുവല്ലം പള്ളിയിലെ ഉണ്ണിമാതാവ്. ആദ്യം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഡൗട്ടൊക്കെ തോന്നിയത് എന്തുവാണ്, ഉണ്ണീശയാണോ? പക്ഷെ പിന്നെ നമുക്ക് അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഉണ്ണിമാതാവാണ്. അപ്പോൾ അത് അവിടെയുള്ള ആ നാട്ടുകാർ പറഞ്ഞ എന്തുവാണെന്നുള്ളത് നമുക്ക് കേട്ട് മനസ്സിലാക്കാം. അതായത് ഉണ്ണി മാതാവ്, ചെറിയ മാതാവ്, ഉണ്ണി മാതാവിന്റെ കുഞ്ഞു പ്രായം. നമ്മള് ഈ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിന്റെ പ്രായത്തില് അല്ലെ എന്റെ പ്രായത്തില് വലിയ മാതാവിനെയല്ലേ കണ്ടിട്ടുള്ളൂ. ആ അമ്മ ജനിച്ച കാലഘട്ടത്തിലുള്ളതാണ് ഇത്. ഒരു രൂപ ഈ ഒരു പള്ളിയിലെ നമ്മള് കണ്ടിട്ടുള്ളൂ. കുറെ അത്ഭുതം നടത്തുക, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മിക്കവരുടെയും അത്ഭുതം നടത്തുക. എനിക്കും അനുഭവമുണ്ട്. ഒരാളെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടല്ല അയാളുടെ അടുത്ത് അപേക്ഷിക്കേണ്ടത്. അതുകൊണ്ട് പപ്പ പറയാത്തത് എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുന്നു. അതുപോലെ നീ വിചാരിച്ചാലും എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ മുമ്പിൽ നിന്ന് പറയല്ലേ, പരാജയപ്പെടുത്തില്ല. പോയി ഒന്ന് വണങ്ങും. ഞാൻ പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വന്നത് ഓഗസ്റ്റ് 14 തീയതി ആയിരുന്നു കേട്ടോ. ഓഗസ്റ്റ് 15 തീയതിയാണ് നമ്മൾ കത്തോലിക്കർ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇവിടെ ഓഗസ്റ്റ് 14 തീയതി പ്രദക്ഷിണവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിനാണ് ഇങ്ങനെ ഒരുക്കിയൊക്കെ നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ പള്ളിക്കകത്ത് നമ്മൾ കണ്ടൊരു നേർച്ചയായിരുന്നു ഇത്. അപ്പോൾ അതാദ്യം എനിക്ക് ഭയങ്കര ഡൗട്ടൊക്കെ തോന്നി, ഇത് എന്താണ്, എല്ലാണോ അതോ 7 ആണോ, ഷേപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. അങ്ങനെ ജോഷിച്ചാൻ്റെ ഒരു ഡൗട്ട് വെച്ച് ജോഷാൻ പറയുന്നത് 7 പിന്നെ ഒരു അമ്പ്, അപ്പോൾ 7 അമ്പുകൾ എന്നായിരിക്കും അത് മീൻ ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തായോ കേട്ടോ. പോർട്ടുകൊല്ലം പരിശുദ്ധ ശുദ്ധീകരണ മാതാ ദേവാലയം, അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ച്, AD 53 ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഗ സ്ഥാപിച്ച കേരളത്തിലെ 7.5 പള്ളികളിൽ ഒന്നായാണ് നമ്മുടെ ഈ പോർട്ടുകൊല്ലം പള്ളി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് ഞങ്ങളുടെ കണ്ണുകളിലൂടെയൊക്കെ ഒരു കാഴ്ച കണ്ടിട്ടോ ഇത് റംബാൻ പാട്ട് എന്നുള്ളത്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എനിക്കറിയും പോലെ ഞാനൊന്ന് വായിച്ചു തരാൻ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. സെന്റ് തോമസ് AD 53 കൊല്ലത്തെത്തി കുരിശും പള്ളിയും സ്ഥാപിച്ച് കേപ്പായെ സഭാധ്യക്ഷനായി നിയമിച്ചു. കല്ലാം കേപ്പായെ കൂട്ടാക്കി ദക്ഷിണദേശതാൻ പോയി കൊല്ലം ഗ്രാമം അതിലൊരു വർഷം അറിയിച്ചു താൻ മാർഗത്തെ 1000 പേരെ മാമോദീസായി മുക്കി ആരാധകർക്കായൊരു സ്ലീവ സ്ഥാപിച്ചു താൻ അവിടത്തിൽ.